ദക്ഷിണ ഇന്ത്യയിലെ ഒരു ചെറിയ ഒറ്റപ്പെട്ട ഗ്രാമം. അതിനു ചുറ്റും മൂടിക്കിടക്കുന്ന കൊടുങ്കാട്. കാടിന്റെ ഉള്ളിലായി ഒരു ഉപേക്ഷിക്കപ്പെട്ട അമ്പലം. ആ അമ്പലത്തെപ്പറ്റി ആ നാട്ടിലൊരു വിശ്വാസമുണ്ട്. ആ അമ്പലം ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ഒരു നേർത്ത രേഖയാണ്. ഇവിടെ വന്നാൽ മരിച്ചവരുമായി നമുക്ക് സംസാരിക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷെ ഒരു നിബന്ധന മാത്രം. സംസാരിക്കുമ്പോൾ യാതൊരു കാരണവശാലും വാതിലുകൾ തുറക്കാൻ പാടില്ല. മരിയ എന്ന അമേരിക്കൻ യുവതി തന്റെ ഭർത്താവ് മൈക്കിളിനും മക്കളായ ഒലിവറിനും ലൂസിക്കുമൊപ്പം മുംബൈയിൽ സന്തോഷകരമായ ജീവിതം നയിക്കുകയായിരുന്നു. ഒരു കാർ അപകടത്തിൽ അവർ സഞ്ചരിച്ചിരുന്ന കാർ പുഴയിലേക്ക് മറിയുന്നു. മരിയ ആദ്യം തന്റെ മകൾ ലൂസിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒലിവറിനെ രക്ഷിക്കാൻ കഴിയാതെ വരുന്നു. ഈ അപകടത്തിൽ ഒലിവർ മരിച്ചു. ഒലിവറിന്റെ മരണശേഷം മരിയ കടുത്ത വിഷാദത്തിലാവുന്നു. അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സമയം അവരുടെ വീട്ടുജോലിക്കാരിയായ പീക്കി മരിയയെ ആശ്വസിപ്പിക്കാൻ ഒരു പ്രാചീന ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നു. ഈ ക്ഷേത്രത്തിൽ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ലോകങ്ങൾ തമ്മിൽ ഒരു കവാടമുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലെത്തി ഒലിവറിന്റെ ചിതാഭസ്മം വിതറി വാതിലടച്ച് അകത്തിരുന്നാൽ മരിയയ്ക്ക് ഒലിവറിനോട് സംസാരിക്കാം. എന്നാൽ ഒരു കാരണവശാലും വാതിൽ തുറക്കരുത്. വാതിൽ തുറന്നാൽ ഒലിവറിന്റെ ആത്മാവ് ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തേക്ക് കടന്നുവന്ന് മറ്റ് ആത്മാക്കളെയും കൂടെ കൊണ്ടുവരുമെന്ന് പീക്കി മുന്നറിയിപ്പ് നൽകുന്നു. പീക്കിയുടെ നിർദ്ദേശപ്രകാരം മരിയ ക്ഷേത്രത്തിലെത്തുന്നു. അവൾ വാതിൽ അടച്ചിരുന്ന് ഒലിവറുമായി സംസാരിക്കുന്നു. ഒലിവറിന്റെ ശബ്ദം കേട്ട് വികാരഭരിതയായ മരിയ അവനോട് മാപ്പ് ചോദിക്കുകയും അവനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ആഗ്രഹം കാരണം അവൾ പീക്കിയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് വാതിൽ തുറക്കുന്നു. എന്നാൽ അവൾക്ക് ഒലിവറിനെ കാണാൻ കഴിഞ്ഞില്ല. മരിയ വീട്ടിലേക്ക് തിരികെ വരുന്നു. തുടർന്ന് വീട്ടിൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. കളിപ്പാട്ടങ്ങൾ സ്വയം പ്രവർത്തിക്കുന്നു. പുസ്തകങ്ങൾ നിലത്തു വീഴുന്നു. ആദ്യം ലൂസിയുടെ ഭാവനയാണെന്ന് മൈക്കിൾ കരുതിയെങ്കിലും പിന്നീട് മരിയയ്ക്ക് ഒലിവറിനെ കാണാനും സംസാരിക്കാനും കഴിയുന്നു. ഒലിവറിന്റെ ആത്മാവ് ആദ്യം സൗഹൃദപരമായി പെരുമാറിയെങ്കിലും പിന്നീട് അത് ക്രമേണ ഭീകരരൂപം കൈക്കൊള്ളാൻ തുടങ്ങി. ഒലിവറിന്റെ ആത്മാവ് മരിയയോട് സംസാരിക്കുകയും അവളിൽ നിന്ന് പലതും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ദുരൂഹതകളെക്കുറിച്ച് അറിയാൻ മരിയ ഒരു ഇന്ത്യൻ പുരോഹിതന്റെ സഹായം തേടുന്നു. പുരോഹിതൻ ഒലിവറിന്റെ ആത്മാവിനെ ജീവിച്ചിരിക്കുന്ന ലോകത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒലിവർ അവനെ തടയുകയും പുരോഹിതൻ മരിച്ചു പോവുകയും ചെയ്യുന്നു. പീക്കി മരിയയോട് പറയുന്നത് അവൾ വാതിൽ തുറന്നതുകൊണ്ട് ഒലിവറിന്റെ ആത്മാവ് മാത്രമല്ല ക്ഷേത്രത്തിലുണ്ടായിരുന്ന മറ്റ് ദുരാത്മാക്കളും പുറത്തു വന്നിട്ടുണ്ട് എന്നാണ്. മരിയ ഉടൻ തന്നെ ചിതാഭസ്മം ക്ഷേത്രത്തിൽ തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒലിവറിന്റെ ആത്മാവ് അവളെ തടയുന്നു. ആത്മാവ് ലൂസിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മരിയയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. ഒലിവർ ലൂസിയെ തന്റെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഒടുവിൽ മരിയ തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഒലിവറുമായി ഏറ്റുമുട്ടാൻ തീരുമാനിക്കുന്നു. ഈ പോരാട്ടത്തിൽ ഒലിവറിന്റെ ആത്മാവ് അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ പോരാട്ടത്തിനൊടുവിൽ മരിയ സ്വന്തം ജീവൻ ബലി നൽകി തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ മരിയയുടെ ആത്മാവ് ഒലിവറിന്റെ ആത്മാവിനൊപ്പം ക്ഷേത്രത്തിന്റെ വാതിൽ കടന്ന് അപ്പുറത്തേക്ക് പോകുന്നു. സിനിമയുടെ അവസാനം മൈക്കിളും ലൂസിയും വീണ്ടും അമേരിക്കയിലേക്ക് തിരികെ പോകുന്നതായി കാണിക്കുന്നു. എന്നാൽ അവർ സഞ്ചരിക്കുന്ന കാറിന്റെ മുൻസീറ്റിൽ ഒരു നിഴൽ രൂപം കാണിക്കുന്നതിലൂടെ മരിയയുടെ ആത്മാവ് തന്റെ കുടുംബത്തോടൊപ്പമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഈ സിനിമ ഒരു ദുരന്ത പര്യവസായിയായ ക്ലൈമാക്സിലാണ് അവസാനിക്കുന്നത്.